നമസ്കാരം. കുവൈറ്റിലുണ്ടായ ആ വലിയ തീപിടുത്തത്തിന്റെ ആ വലിയ ദുരന്തത്തിന്റെ നടുക്കത്തിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. വിശദമായി നമുക്ക് ആ വാർത്ത പരിശോധിക്കാം. അതിനു മുമ്പായി പ്രധാന തലക്കെട്ടുകൾ നോക്കാം. കുവൈറ്റിനെ ഞെട്ടിച്ച് തീപിടുത്തം, 49 മരണം, മരിച്ച 21 പേർ ഇന്ത്യക്കാർ, 11 പേർ മലയാളികൾ. ചികിത്സയിലുള്ള പലരുടെയും നില ഗുരുതരം. അപകടം തൊഴിലാളികളുടെ ക്യാമ്പിൽ. കെട്ടിട ഉടമയെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവ്. ദുരന്തത്തിൽ മരിച്ച 9 മലയാളികളെ തിരിച്ചറിഞ്ഞു. 3 പേർ കൊല്ലം സ്വദേശികൾ, 3 പേർ പത്തനംതിട്ട സ്വദേശികൾ, കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ, 2 കാസർഗോഡ് സ്വദേശികളും മരിച്ചു. കുവൈറ്റ് തീപിടുത്തത്തിൽ ഇടപെട്ട് കേന്ദ്ര സർക്കാർ. ഉന്നതതല യോഗം വിളിച്ച് പ്രധാനമന്ത്രി. വിദേശകാര്യ സഹമന്ത്രിയോട് കുവൈറ്റിലേക്ക് തിരിക്കാൻ നിർദ്ദേശം. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം ധനസഹായം പ്രഖ്യാപിച്ചു. കുവൈറ്റ് അപകടത്തിൽ അനുശോചിച്ച് മുഖ്യമന്ത്രി. സഹായവും ഉറപ്പാക്കണമെന്ന എസ് ജയശങ്കറിന് കത്ത്. മറ്റ് രാജ്യങ്ങളിൽ കഴിയുന്ന തൊഴിലാളികളുടെ സുരക്ഷയിൽ കൂടുതൽ ജാഗ്രത വേണമെന്ന് രാഹുൽ ഗാന്ധി. നോർക്ക ഹെൽപ്പ് ലൈൻ ആരംഭിച്ചു. കുവൈറ്റ് ദുരന്തം. ലോക കേരള സഭയുടെ ഉദ്ഘാടനം ഒഴിവാക്കി. സഭാ സമ്മേളനം ആഘോഷങ്ങളില്ലാതെ. സമ്മേളനത്തിൽ 300 പേർ പങ്കെടുക്കും. കുവൈറ്റിനെ നടുക്കിയ തീപിടുത്തം. കുവൈറ്റ് ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. മരിച്ചവരുടെ എണ്ണം 49ആയി. 11 മലയാളികൾ ദുരന്തത്തിൽ മരണപ്പെട്ടതായാണ് വിവരം. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. രക്ഷാപ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കെ.വി. സിംഗ് കുവൈറ്റിലേക്ക് തിരിച്ചു. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് യാത്ര. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കമുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി.
सिचुएशन को देखना है, उसको कंट्रोल में करना है और इसमें बेहतर से बेहतर सहायता उपलब्ध करानी, जिसके लिए हमारी सरकार सारी यथासंभव प्रयास कर रही है। लोग केरला के, तमिलनाडु के, उत्तर भारत आदि के क्षेत्र में जी, इसमें जो लोग हैं जो अभी तक पता चल रहा है कि इन राज्यों के हैं और उनका आइडेंटिफिकेशन प्रोसेस चालू है। आगे का कोई स्ट्रैटेजी आप लोगों ने बनाया है कि फर्दर से जब वो वापस आएंगे वो अभी जो सामने सिचुएशन है उसको डील करना है, उसके बाद की स्ट्रैटेजी यहाँ पे सरकार बनाएगी। ടി ജി സജിത്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. സജിത്ത്, വലിയ ദുരന്തത്തിന്റെ നടുക്കത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. ആദ്യം ഒഴിയുന്നില്ല, മരണസംഖ്യ ഇനിയും ഉയരുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുമ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 49 മരണങ്ങളാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിൽ 11 പേർ മലയാളികളാണ്, 21 പേർ ഇന്ത്യക്കാരാണ്. 11 പേർ മലയാളികൾ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ഏറെ വിഷമിപ്പിച്ച കാര്യമാണ്. അതിൽ 9 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? അതാണ് സാഹചര്യം. എന്തായാലും ഇപ്പോൾ ലഭ്യമാവുന്നത് 11 മലയാളികളുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ 9 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരുടെ പേര് വിവരങ്ങൾ ഇങ്ങനെയാണ്: തൃക്കരിപ്പൂർ സ്വദേശി കുഞ്ഞിക്കേളു, ചേർക്കള സ്വദേശി രഞ്ജിത്ത്, 2 പേരും കാസർഗോഡ് ജില്ലക്കാരാണ്. കൊല്ലം വെളിച്ചിക്കാല സ്വദേശി ലൂക്കോസ്, പുനലൂർ സ്വദേശി സാജൻ ജോർജ്, കോന്നി സ്വദേശി സജു വർഗീസ്, പത്തനംതിട്ട സ്വദേശി മുരളീധരൻ നായർ, പന്തളം സ്വദേശി ആകാശ് നായർ, ഒപ്പം കോട്ടയം സ്വദേശി സ്റ്റെഫിൻ, കൊല്ലം ഓയൂർ സ്വദേശി ഷമീർ. ഇങ്ങനെ 9 പേരുടെ പേരുകളാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇത് അവിടെ ബന്ധുക്കൾക്കും മറ്റും അവരുടെ മരണം സംബന്ധിച്ച സ്ഥിരീകരണം ലഭ്യമായിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് പേരുവിവരങ്ങൾ സംബന്ധിച്ച ഒരു കൃത്യമായ വിവരത്തിലേക്ക് വരാൻ കഴിയുന്നത്. 11 പേരുടെ മരണം, മലയാളികളുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതേസമയം മരണസംഖ്യ ഇനിയും ഏറാനുള്ള സാധ്യത അധികൃതർ തള്ളിക്കളയുന്നില്ല. എന്തായാലും ഈ സാഹചര്യങ്ങളെ ഇന്ത്യ അതീവ ഗൗരവത്തോടു കൂടിയാണ് രാജ്യം നോക്കിക്കാണുന്നത്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ അല്പസമയം മുമ്പ് ഡൽഹിയിൽ പ്രത്യേക യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. വിദേശകാര്യമന്ത്രി ജയശങ്കർ അവിടുത്തെ സാഹചര്യങ്ങൾ വിശദീകരിച്ചു. ഉദ്യോഗസ്ഥ രംഗത്ത് ഉള്ളവരും പങ്കെടുത്തിട്ടുണ്ട്. നാളെ രാജ്യത്തിൻ്റെ പ്രതിനിധി സംഘം കുവൈറ്റിലേക്ക് യാത്ര തിരിക്കും. ഇന്ന് രാത്രി വൈകിയോ അല്ലെങ്കിൽ നാളെ രാവിലെയോ യാത്ര തിരിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഒപ്പം തന്നെ മരിച്ചവരുടെ ആശ്രിതർക്ക് 2 ലക്ഷം രൂപ വീതമുള്ള ധനസഹായവും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതാണ് ഇതുവരെയുള്ള സാഹചര്യം. സംസ്ഥാനത്തെ സർക്കാർ സംവിധാനങ്ങളും ഈ ദുരന്തത്തെ നേരിടുന്നതിന് വേണ്ടി മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് ആശ്വാസമേകുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ സജീവമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിന് കത്തയച്ചിരുന്നു. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും ഈ വിഷയത്തിൽ ആ തരത്തിൽ ഇടപെട്ടിട്ടുണ്ട്. നോർക്ക പ്രത്യേക കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. അതിൽ മലയാളികൾ അടക്കമുള്ളവർക്ക് വേഗത്തിൽ ബന്ധപ്പെട്ട് അവരുടെ ബന്ധുക്കളുടെ വിവരങ്ങൾ തിരക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം അവിടെ ഒരുക്കിയിട്ടുമുണ്ട്. ആ തരത്തിലാണ് സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഈ ദുരന്തം ഏറ്റവും അധികം ബാധിക്കുക മലയാളികളെയാണ്. കാരണം ഏറ്റവും അധികം മലയാളികളാണ് ഈ അപകടത്തിൽപ്പെട്ടത് എന്നതിനാൽ തന്നെ ആ തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഈ കമ്പനി ഉടമയും മലയാളിയാണ്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ഇടപെടലും അങ്ങനെ ഉണ്ടാവുന്നതാണ് മനസ്സിലാക്കുന്നത്. നാളെ ലോക കേരള സഭ ആരംഭിക്കാനിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലോക കേരള സഭയുടെ എല്ലാ ആഘോഷ പരിപാടികളും ഉപേക്ഷിക്കാനുള്ള തീരുമാനം വന്നിട്ടുണ്ട്. നാളെ ഉദ്ഘാടന ചടങ്ങ് ഉണ്ടാവില്ല. മറ്റ് സെമിനാർ പരിപാടികളിലും മാറ്റമുണ്ടാക്കിയിട്ടുണ്ട്. ഒപ്പം ആഘോഷമുണ്ടാക്കുന്ന ഒരു പരിപാടികളും വേണ്ട എന്ന് ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൈക്കൊണ്ടിട്ടുണ്ട്. ഈ ദുരന്തം വലിയ തരത്തിലുള്ള ഞെട്ടലാണ് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്നത്. കാരണം ഇന്ന് വെളുപ്പിനെ 4:30 പ്രാദേശിക സമയം 4:30 അപകടമുണ്ടാവുന്നത്. അപകടമുണ്ടായപ്പോൾ അപകടത്തിൻ്റെ തീവ്രത വർദ്ധിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം കെട്ടിടത്തിൻ്റെ അടിയിൽ സൂക്ഷിച്ചിരുന്ന ഗ്യാസ് സിലിണ്ടറുകളും പൊട്ടിത്തെറിച്ചതാണ്. ഇത് തീ കൂടുതൽ പടർന്നു പിടിക്കുന്നതിനും ദുരന്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നതിനും ഇടയാക്കി എന്നതാണ് ദുരന്തത്തിന് ഇത്തരമൊരു പശ്ചാത്തലം ഒരുങ്ങുന്നത്. മുറിക്കുള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്നവർ തീയും പുകയും കണ്ട് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അങ്ങനെ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടിയ നിരവധി പേരും മരണത്തിന് കീഴ്പ്പെടേണ്ടി വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ
വലിയ വ്യാപ്തി ഉണ്ടാക്കുന്ന ഒരു ദുരന്തമായി ഇത് മാറി എന്നതാണ് പശ്ചാത്തലം. എന്തായാലും ഇപ്പോൾ ആശുപത്രിയിലുള്ളവർക്ക് അവർക്ക് അപകടനില തരണം ചെയ്തു എന്നതാണ് കുവൈറ്റ് സർക്കാർ വ്യക്തമാക്കുന്നത്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, ആരും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നതും സർക്കാർ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ടി ജി സജിത്താണ്. കുവൈറ്റിലുണ്ടായ വലിയ തീപിടുത്തത്തിന്റെ വലിയ ദുരന്തത്തിന്റെ നടുക്കുന്ന കാഴ്ചകളാണ് ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ബുധനാഴ്ച പുലർച്ചെ 4:30 മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന NBTC എന്ന മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്ന ആളുകൾ താമസിക്കുന്ന ഈ ഫ്ളാറ്റിൽ ഇത്തരത്തിൽ വലിയൊരു തീപിടുത്തം ഉണ്ടാകുന്നത്. പ്രാദേശിക സമയം 6 മണിയോട് കൂടിയിട്ടാണ് വലിയൊരു ദുരന്തം ഉണ്ടാകുന്നത്. ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 49 പേർ മരണപ്പെട്ടു എന്നുള്ള സ്ഥിരീകരിക്കാവുന്ന റിപ്പോർട്ടുകൾ വരുന്നു. അതിൽ 21 പേർ ഇന്ത്യക്കാരാണ്, 11 പേർ മലയാളികളാണ് എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ കാര്യം. ഇതിൽ 9 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മറ്റ് മേൽ നടപടികൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവിടുത്തെ രക്ഷാപ്രവർത്തനം മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അവസാനിച്ചിരുന്നതാണ്. ഇപ്പോൾ മരണപ്പെട്ടത് ആരൊക്കെ എന്നുള്ളതിന് സ്ഥിരീകരിക്കുക, അവരെ തിരിച്ചറിയുക എന്നുള്ള കടമകൾ, ആ നടപടികളാണ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതീവ ഗൗരവത്തോടു കൂടിയിട്ടാണ് രാജ്യം ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിദേശകാര്യ സഹമന്ത്രി കുവൈറ്റിലേക്ക് തിരിച്ചിട്ടുണ്ട്. അവിടെ വേണ്ട എല്ലാ നടപടിക്രമങ്ങളും അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ സ്വീകരിക്കും എന്നുള്ളതും പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന തലത്തിൽ നോക്കുമ്പോൾ മലയാളികളെ ഏറെ ബാധിക്കുന്ന ഈ ഒരു വിഷയത്തിൽ, വലിയ ദുരന്തത്തിൽ മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും ഇടപെട്ടിരിക്കുന്നു. വിദേശകാര്യമന്ത്രിക്ക് മുഖ്യമന്ത്രി നേരത്തെ കത്തയച്ചിരുന്നു. എല്ലാവിധ സഹായങ്ങളും എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കണം, അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി കത്തയച്ചത്. എന്തായാലും വലിയ ദുരന്തം, നിരവധി പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. നിരവധി നേതാക്കന്മാർ രാഷ്ട്രീയ രംഗത്ത് നിന്നടക്കം സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടുകൂടി രംഗത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യം നമുക്ക് VD സതീഷിന്റെ അനുശോചനത്തിലേക്ക് ഫ്ളാറ്റ് സമുച്ചയത്തിലുണ്ടായ അതിദാരുണമായ തീപിടുത്തവും അതിനെ തുടർന്നുള്ള മരണങ്ങളും നമ്മളെ എല്ലാവരെയും വിഷമത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ധാരാളം മലയാളികൾ കൂടി ഉൾപ്പെട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടിയ അറിവ്. മരണസംഖ്യ കൃത്യമായി അറിഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് നേരിട്ട് സംസാരിച്ചു. സംസ്ഥാന സർക്കാർ വിദേശകാര്യ മന്ത്രാലയവുമായിട്ടും കുവൈറ്റിലെ നോർക്കയുമായി ബന്ധപ്പെട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം അറിയിച്ചത്. കുവൈറ്റിലെ മലയാളി സംഘടനകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിരവധി മലയാളി സംഘടനകൾ പരിക്കുപറ്റി കിടക്കുന്നവർക്ക് ആവശ്യമായ ചികിത്സാ സഹായം ഉൾപ്പെടെ ലഭ്യമാക്കുന്നതിന്, ബാക്കിയുള്ള ബന്ധുക്കളെയെല്ലാം ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കിട്ടാവുന്നവരെ എല്ലാവരെയും ഞങ്ങൾ ബന്ധപ്പെടുത്തുന്നുണ്ട്. ഇത് നമുക്കെല്ലാവരെയും വിഷമത്തിലാഴ്ത്തിയ ദുരന്തമാണ്. ഈ ദുരന്തത്തിൽ ഞാൻ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. Truly tragic. In fact, they had packed about a couple of hundred people into that building, and it's really sad to hear that the fire killed, I believe they initially said 35, now it looks like 41. Dozens more are injured. So it's really a terrible situation. It's a reminder. അവിടെ സീൽ ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ അവിടെ നിൽക്കുന്നവർ ഇങ്ങനെ വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അറിഞ്ഞിരിക്കുന്നത്. മറ്റു മലയാളി കൊല്ലം ജില്ലയിൽ 3 പേര് മരണപ്പെട്ടതാണ് ഇപ്പം ചാനൽ സംവിധാനം വന്നപ്പോൾ അറിഞ്ഞത്. എന്നിൽ നിന്ന് ലഭ്യമായ ഒരു പ്രതികരണം കൂടിയാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ കേട്ടത്. എന്തായാലും
വലിയ ദുരന്തത്തിന്റെ നടുക്കത്തിലാണ്. മരണപ്പെട്ടവർ, അത് സ്ഥിരീകരിച്ച മരണങ്ങൾ, അത് തിരിച്ചറിഞ്ഞവരുടെ വീടുകളിലേക്കൊക്കെ ഇതിനോടകം തന്നെ സന്ദേശം എത്തിയിട്ടുണ്ട്. അവിടേക്ക് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ എത്തിയിട്ടുമുണ്ട്. എന്തായാലും വലിയ ദുരന്ത വാർത്ത തന്നെയാണ് ഇന്ന് നമ്മൾ കേൾക്കേണ്ടി വന്നത്. TG സജിത്ത് തുടരുന്നുണ്ട്. സജിത്ത്, ഈ 49 മരണം, അതിൽ 11 മലയാളികൾ. ഈ 11 മലയാളികൾ എന്നുള്ള സംഖ്യ അത് ഉയരുമോ എന്നുള്ള ആശങ്കയിലും ആധിയിലുമാണ് നമ്മളെല്ലാവരും ഉള്ളത്. എന്താണ് അവിടെ നിന്ന് ഉള്ള വിവരങ്ങൾ? എന്താണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്? ഈ പരിക്കേറ്റവരുടെ നിലയെ സംബന്ധിച്ചും മാത്രമല്ല, ഇനി 3 പേരെ കൂടി തിരിച്ചറിയാനുണ്ട്. ഈ 11 പേർ എന്നുള്ള കണക്കിലേക്ക് എത്തുകയാണെങ്കിൽ അതിൽ 9 പേരെ മാത്രമേ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. 3 പേരെ കൂടി ഇനി തിരിച്ചറിയാനുണ്ട് എന്നുകൂടി അറിയുന്നു. ഏറ്റവും ഒടുവിൽ നമുക്ക് എങ്ങനെയാണ് അപ്ഡേറ്റ്സുകൾ ലഭ്യമാകുന്നത്? ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ മരണത്തിൻ്റെ ഒരു വ്യാപ്തി ഇത്ര വലുതാണെന്ന കാര്യം ആദ്യം പുറലോകം അറിയാൻ വൈകിയെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നിലവിലുള്ള സാഹചര്യങ്ങൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഇന്ന് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട അതിൻ്റെ തീവ്രത മനസ്സിലാക്കിയ മണിക്കൂറുകളിലൂടെ നമ്മളിപ്പോൾ കടന്നു പോകുമ്പോൾ ഇതിനും എത്രയോ മണിക്കൂറുകൾ മുമ്പാണ് ഈ അപകടം നടന്നത് എന്നതാണ് അതിൻ്റെ സാഹചര്യം. ഒരുപക്ഷെ കുവൈറ്റിലെ സംവിധാനങ്ങൾ മൂലമാവാം വാർത്ത അതിൻ്റെ വ്യാപ്തി പുറത്തറിയാൻ വൈകിയത്. സമൂഹ മാധ്യമങ്ങളിലൂടെയും സുഹൃത്തുക്കളിലൂടെയുമാണ് ഇത്തരം വലിയൊരു ദുരന്തം അവിടെ നടന്നു എന്ന കാര്യം പിന്നീട് അറിയുകയും അത് സംബന്ധിച്ച് പിന്നീട് അറിയിപ്പുകൾ വരികയും ചെയ്തത്. നമ്മൾ കാണുന്ന പല ദൃശ്യങ്ങളും പകർത്തപ്പെട്ടത് തൊട്ട് സമീപത്തുള്ള കെട്ടിടങ്ങളുടെ മുകളിൽ നിന്നും മറ്റും സമീപവാസികൾ പകർത്തിയ ദൃശ്യങ്ങളാണ്. ഇത് മലയാളികൾ തന്നെയുണ്ട്. സോഷ്യൽ മീഡിയയിലും മറ്റും ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച, എൻ്റെ വീടിന് സമീപത്താണ് കെട്ടിടത്തിൽ വലിയ തീപിടുത്തമാണ് നടക്കുന്നത്, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ കഴിയുന്നില്ല എന്നും മറ്റുമുള്ള കമൻറ്റുകൾ പലരും രേഖപ്പെടുത്തിയായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഇതിൻ്റെ വ്യാപ്തി എത്ര കണ്ട് വലുതാണെന്ന് ആർക്കും ആദ്യം ബോധ്യപ്പെട്ടിരുന്നില്ല. പിന്നീടാണ് ഇത് ഇത്ര വലിയൊരു ദുരന്തത്തിലേക്ക് പോയ സാഹചര്യം മനസ്സിലാവുന്നത്. മലയാളിയുടെ ഈ കമ്പനിയിൽ അവിടുത്തെ തൊഴിലാളികൾ കൂട്ടത്തോടെ താമസിക്കുന്ന ഒരു കെട്ടിടമായിരുന്നു ഇത്. ഈ കെട്ടിടത്തിൽ ഇന്ത്യക്കാർക്ക് പുറമെ പാകിസ്ഥാനികളുണ്ട്, നേപ്പാളീസ് ഉണ്ട്, അങ്ങനെയുള്ളവരൊക്കെ ഇതിനോട് താമസിച്ചിരുന്നു. ഈ ഇന്ത്യക്കാരിൽ ബഹുഭൂരിപക്ഷങ്ങളും മലയാളികളായിരുന്നു എന്നതാണ് സാഹചര്യം. 190-ലധികം പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ മറ്റുള്ളവരെ എല്ലാം രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണ രീതിയിൽ അല്ലെങ്കിൽ അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് സർക്കാർ ഏജൻസികൾ നൽകിയ നിർദ്ദേശം പാലിച്ചിരുന്നില്ല എന്ന കണ്ടെത്തൽ കൂടി ഉണ്ടായിട്ടുണ്ട്. കെട്ടിട ഉടമയെ, അതായത് ഈ മലയാളിയായ കെട്ടിട ഉടമയെ അടക്കം അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവും ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അങ്ങനെയെങ്കിൽ വേഗത്തിൽ നടപടിക്രമങ്ങൾ അവിടെ നടക്കുന്നു എന്ന് വേണം മനസ്സിലാവുന്നത്. നമുക്ക് കാണുന്ന ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാകാനാവും. ദുരന്തം നടന്നതിന് തൊട്ട് പിന്നാലെ ഉണ്ടാകുന്ന ചില ദൃശ്യങ്ങളാണ് നമുക്ക് വ്യക്തമാവുന്നത്. അതായത് പൊള്ളലേറ്റും മറ്റും പുകയും പൊടിപടലങ്ങളും ശ്വസിച്ച് പുറത്തേക്ക് വന്ന പലർക്കും വെള്ളം കൊടുക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. അപ്പോഴത്തെ ഒരു സാഹചര്യം എത്ര കണ്ട് ഭീകരമായിരുന്നു എന്നതാണ് ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്ന സാഹചര്യം. മാത്രമല്ല, നേരത്തെ കുവൈറ്റിൽ നിന്നും മറ്റും നമ്മളോട് പ്രതികരിച്ച മലയാളികളിൽ പലരും സംസാരിച്ചു കഴിഞ്ഞു. അവിടെ അതിഭയങ്കരമായൊരു ചൂടാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചൂട് കൂടിയതുകൊണ്ട് തന്നെ ഈ തീപിടുത്തത്തിൻ്റെ വ്യാപ്തി വലുതാകുന്നതിന് കാരണമുണ്ടായി. ഇതിന് പുറമെയാണ് ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചതുകൊണ്ട് അപകടമുണ്ടായ മറ്റൊരു പശ്ചാത്തലം. പല ദൃശ്യങ്ങളിലും ഈ ഗ്യാസ് സിലിണ്ടറുകൾ സൂക്ഷിച്ചിരുന്നതും ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച ആ ദൃശ്യങ്ങളുമൊക്കെ പുറത്തു വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്ര കണ്ട് വലുതായി എന്നത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും. എന്തായാലും അല്പസമയം മുമ്പ് നമ്മൾ കേട്ട ഒരു പ്രതികരണം, അത് കൊല്ലത്ത് സ്വദേശിയുടെയാണ്. അദ്ദേഹം ഈ കൊല്ലം ജില്ലയിൽ തന്നെ മൂന്ന് പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള സാഹചര്യം ബന്ധുക്കളും സമീപവാസികളുമാണ് മാധ്യമങ്ങളോട് അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. എന്തായാലും അവരും അവിടുത്തെ വിശദാംശങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണ്. എന്തായാലും ഈ അപകടം സംബന്ധിച്ച്, അതിൻ്റെ വ്യാപ്തി സംബന്ധിച്ച്, അവിടുത്തെ സാഹചര്യങ്ങൾ സംബന്ധിച്ച് ചില വ്യക്തതകൾ കൂടി പുറത്തു വരേണ്ടതുണ്ട്. ഒരുപക്ഷേ ഇന്ത്യൻ സംഘം നേരിട്ട് അവിടെ എത്തി സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ മാത്രമേ ഔദ്യോഗികമായൊരു സ്ഥിതിവിവരക്കണക്കുകൾ പുറത്തു വരികയുള്ളൂ. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം അവിടുത്തെ സാഹചര്യങ്ങൾ പ്രാഥമികമായി വിലയിരുത്തുകയും സഹായധനം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി അനുശോചനം അറിയിച്ചിട്ടുണ്ട്. എല്ലാ സംവിധാനങ്ങളും ഇതിനുവേണ്ടി ഒരുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സജിത്ത്, നമ്മളെ സംബന്ധിച്ച് അവിടെ ഉള്ളവർ, അതായത് കേരളത്തിലുള്ള പല ആളുകളുടെയും ഉറ്റവരും ബന്ധുക്കളും ഒക്കെ ഈ കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടാകും, ഈ സ്ഥലത്ത് ഈ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാകും. അവരെയൊക്കെ സംബന്ധിച്ചും വലിയ ആശങ്കയും ആധിയുമുള്ള സമയമാണ്. ഈ അവിടുത്തെ അധികൃതരുമായി കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്, എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ നോർക്കയുടെ ഹെൽപ്പ് ഡെസ്ക് കൂടി അവിടെ തുറന്നിട്ടുണ്ട്. നോർക്കയുടെ CEO തന്നെ നമ്മളോട് ന്യൂസ് 18നോട് ഇക്കാര്യം പറയുകയും ചെയ്തിരുന്നു അല്ലേ നേരത്തെ? തീർച്ചയായും നോർക്ക അത്തരം ഒരു ഹെൽപ്പ് ഡെസ്ക് സംവിധാനം അവിടെ ആരംഭിച്ചിട്ടുണ്ട്. കാരണം ആര്യ സൂചിപ്പിച്ചതുപോലെ മലയാളികളാണ് കൂടുതലായും ഈ ആശങ്കപ്പെടുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് മലയാളികൾക്ക് അത്തരമൊരു
സംവിധാനം അവിടെ അടിയന്തരമായി ആവശ്യമായി വരുന്നത്. അതുകൊണ്ടാണ് അത്തരമൊരു സംവിധാനം ആരംഭിക്കുകയും ചെയ്തത്. ഇനി മുന്നിലുള്ളത് ഈ മരണപ്പെട്ടവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കുക, അതിനുവേണ്ടി വേഗത്തിൽ നടപടിക്രമങ്ങൾ ഉണ്ടാവുക എന്നതാണ്. നമുക്കറിയാം, വിദേശത്തും മറ്റും മരണം സംഭവിച്ചാൽ നാട്ടിലേക്ക് മൃതദേഹം എത്തിക്കുന്നതിന് നിരവധി കടമ്പകളുണ്ട്. പക്ഷേ ഇത്തരമൊരു കാഷ്വാലിറ്റി, മാസ് കാഷ്വാലിറ്റി സംഭവിച്ച പശ്ചാത്തലത്തിൽ അതിന് പ്രത്യേക സംവിധാനങ്ങൾ സർക്കാർ തലത്തിൽ തന്നെ ഒരുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേക വിമാനമോ മറ്റ് സംവിധാനങ്ങളോ ഒരുക്കി അത്തരം നടപടികൾ വേഗത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. അല്പസമയം മുമ്പ് കൊല്ലം സ്വദേശി ഷമീറിൻ്റെ മൃതദേഹം സ്ഥിരീകരിച്ച് ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചപ്പോൾ തന്നെ അവർ ആശങ്കപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് മൃതദേഹം എങ്ങനെ നാട്ടിലെത്തിക്കും, അതിൻ്റെ നടപടിക്രമങ്ങൾ എന്നത് സംബന്ധിച്ച്. അപ്പോൾ അധികൃതരിൽ നിന്നും ഒരു വ്യക്തത നൽകിയിരുന്നില്ല. കാരണം ഈ അപകടത്തിൻ്റെ തീവ്രത വലുതാണ്, നിരവധി പേർ വീണ്ടും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് സംബന്ധിച്ച് ഇപ്പോൾ ഒരു വ്യക്തത നൽകാൻ കഴിയില്ല എന്നതായിരുന്നു അപ്പോൾ നൽകിയ വിശദീകരണം. പക്ഷേ സാഹചര്യം പിന്നീട് മാറി. എന്തായാലും പ്രതിനിധി സംഘം, രാജ്യത്തിൻ്റെ പ്രതിനിധി സംഘം അവിടേക്ക് എത്തിക്കഴിയുമ്പോൾ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം പ്രത്യേക വിമാനവും മറ്റു സജ്ജീകരണങ്ങളും ഒരുക്കി മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. എന്തായാലും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് മലയാളികളായ 11 പേരുടെ മരണമാണ്. അതിൽ 9 പേരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, തീപിടുത്ത മരണം എന്ന് പറയുന്നത് പലപ്പോഴും മൃതദേഹം തിരിച്ചറിയാൻ തന്നെ ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ടാവാം ഇത്തരം സ്ഥിരീകരണങ്ങളൊക്കെ വരുത്താൻ ബുദ്ധിമുട്ടുണ്ടാവുന്നത്. പലരുടെയും പാസ്പോർട്ട് രേഖകളും മറ്റും പരിശോധിച്ചാണ് ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്താൻ അധികൃതർ ഇപ്പോൾ അവർക്ക് കഴിയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ പരിശോധന ഉണ്ടാകുമെന്ന് കരുതാം. ഒപ്പം മരണസംഖ്യ ഏറാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞു. തീർച്ചയായും നേരത്തെ സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഉറ്റവരുടെ അടക്കം പ്രതികരണങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടക്കാം. സമീർ ഇവിടുന്ന് 5 കൊല്ലം ആയി ഇവിടുന്ന് പോയിട്ട് പത്തനംതിട്ടയുള്ള ഒരു 3 പേര് നടത്തുന്ന ഒരു കമ്പനിയാണിത്, കുവൈറ്റിൽ. ഇവിടുന്ന് അങ്ങനെ വിസ എടുത്ത് പോയതാണ്. പോയിട്ട് 2 കൊല്ലം കഴിഞ്ഞ് വന്നു. പിന്നെ 2 കൊല്ലം വീണ്ടും പോയിട്ട് ഇപ്പോൾ 2 കൊല്ലം കഴിഞ്ഞ് വന്ന് കല്യാണം കഴിച്ചു. പോയിട്ട് 2 കൊല്ലം കഴിഞ്ഞ് ഇപ്പോൾ വന്നിട്ട് പോയിട്ട് 8 മാസമായി. അങ്ങനെ അവിടുത്തെ ഡ്രൈവറാണ്, കമ്പനിയുടെ വലിയ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണ്. നമ്മളിവിടെ സംഭവം അറിയുന്നത് രാവിലെ 11 മണിക്കാണ്. കുവൈറ്റിലുള്ള തൊട്ട് ഷമീറിൻ്റെ കൂടെ തന്നെ ജോലി ചെയ്ത ഒരു അപകടം എടുത്ത് ചാടി അപകടം പറ്റി. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്താണ് ഓരോ വീട്. അപ്പോൾ ഓരോ വീട്ടിൽ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഇവിടെ അറിയിച്ചത്. അങ്ങനെ പുള്ളി, ഷമീറിൻ്റെ ഫാദർ തന്നെയാണ് വിളിക്കുന്ന സ്ഥലം ഓയിലാണ്. പുള്ളി എന്നെ വിളിച്ചു, എത്രയും പെട്ടെന്ന് വരാൻ പറഞ്ഞു. കാര്യം തിരക്കിയപ്പോൾ എത്രയും പെട്ടെന്ന് വാന്ന് പറഞ്ഞു. അങ്ങനെ കാര്യം തിരക്കി. പുള്ളിക്ക് പിന്നെ സംസാരിക്കാനുള്ള ഒരു ഇതില്ലാത്തത് കൊണ്ട് പറഞ്ഞു, ഇങ്ങനെ ഷമീർ തീയിൽ അപകടപ്പെട്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ എത്തി ഒക്കെയാണ്. അന്നേരമാണ് പിന്നെ ഈ ചാനലിലുള്ള വാർത്തകളെല്ലാം അനുസരിച്ചാണ് നമ്മൾ അറിഞ്ഞത്. പിന്നെ നമ്മൾ അവിടെ ബന്ധപ്പെട്ട് പലരുമായി ബന്ധപ്പെട്ടപ്പോൾ ഇങ്ങനെ അപകടം പറ്റി. ആദ്യത്തെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് നേരെ ചെല്ലുന്നത് വരെയും മരണപ്പെട്ടില്ലായിരുന്നു. അവിടെ ചെന്നതിന് ശേഷമാണ് മരണപ്പെട്ടത്. അത് പിന്നെ അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ബോഡി മാറ്റിയിരിക്കുമെന്നാണ് നമ്മൾ അറിവ്. ഔദ്യോഗികമായി നമ്മളെ ഇതുവരെ അറിയിച്ചിട്ടില്ല. അവിടെ ഉള്ളവർ ഇങ്ങനെയുള്ളൊരു വിവരങ്ങൾ തന്ന് വിളിച്ച് അറിയിച്ച സംഭവത്തിലാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. കൊടുക്കുന്ന സുരേഷ് വിളിച്ച് സംഭവം അറിഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംസാരിച്ചു, ഫോണിൽ തന്നെ നമ്മളവിടെ സംസാരിച്ചു. എല്ലാ കാര്യങ്ങളും അവിടെ നീക്കുന്നുണ്ട്. എന്തുണ്ടെങ്കിലും നമ്മളെ അറിയിച്ചാൽ മതി, ഇനി പ്രശ്നം വിഷമിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ദുഃഖത്തിലും, നാട്ടുകാരും വീട്ടുകാരും എല്ലാം വളരെ ദുഃഖത്തിലാണ് ഇരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അതിൻ്റെ ഒരു മിനിസ്റ്റർ ലെവലിൽ അതിന് ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് ബോഡി നമുക്ക് നാട്ടിലെത്തിക്കാനുള്ളൊരു സന്ദർഭം ഗവൺമെൻറ് ഭാഗത്ത്, കേന്ദ്രത്തിൻ്റെ ആയാലും കേരളത്തിൻ്റെ ഭാഗത്തു നിന്നാലും ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് നമ്മളതിനെ ആ ബോഡി നമ്മളെ നാട്ടിൽ എത്തിക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അല്ല, അത് ഇപ്പോഴും ഒരു 1 മണിക്കൂറിനും വിളിച്ചിട്ട് പറഞ്ഞ് പൂർണ്ണമായും അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട്. ഈ സംഭവം നടന്ന സ്ഥലത്ത് അവിടുത്തെ മിനിസ്റ്ററൊക്കെ വന്ന് കണ്ടു. ഇപ്പം ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണത്. എല്ലാവരെയും ഒഴിപ്പിച്ചു. ഇനി അവിടെ ബോഡികളോ മറ്റു ആളുകളോ ഇല്ല എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവിടെ സീൽ ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ അറിവ്. അവിടെ നിൽക്കുന്നവർ ഇങ്ങനെ വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അറിഞ്ഞിരിക്കുന്നത്. മറ്റു മലയാളി കൊല്ലം ജില്ലയിൽ 3 പേര് മരണപ്പെട്ടതാണ് ഇപ്പം ചാനൽ സംവിധാനം വന്നപ്പോൾ അറിഞ്ഞത്. അപകടത്തിൽ മരിച്ച കൊല്ലം സ്വദേശി ഷമീറിന്റെ ബന്ധുവിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. എല്ലാവരും 11 മലയാളികൾ മരിച്ചു എന്നുള്ള വാർത്തയുടെ ഞെട്ടലിലാണ് സംസ്ഥാനം ഇപ്പോൾ ഉള്ളത്. എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെ അവിടെ മേൽ നടപടികൾ ഏകോപിപ്പിക്കുകയും പുരോഗമിക്കുകയും ചെയ്യുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്കറിയാൻ കഴിയുന്നത്. 49 പേരാണ് മരണപ്പെട്ടത്. നേരത്തെ സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ 190 പേർ തിങ്ങി പാർത്തിരുന്ന ഒരു ഫ്ളാറ്റ് സമുച്ചയത്തിലാണ് ഇത്തരത്തിൽ പുലർച്ചെ 4:30 വലിയൊരു തീപിടുത്തം ഉണ്ടാകുന്നത്. പലരും ഉറക്കത്തിലായതിനാൽ തന്നെ പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഈ കറുത്ത പുക ആ ഫ്ളാറ്റ് ആകെ പടരുകയായിരുന്നു. ശ്വാസം മുട്ടി നിരവധി പേരാണ് മരിച്ചത്. ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ
പ്രാണരക്ഷാർത്ഥം ഓടുന്നതിനിടയിൽ കെട്ടിടത്തിൽ നിന്ന് ചാടി നിരവധി പേർ മരണപ്പെട്ടു എന്നുള്ള വാർത്ത നമുക്ക് വരുന്നു. എന്തായാലും 21 ഇന്ത്യക്കാരാണ് ഈ അപകടത്തിൽ മരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം മനസ്സിലാകുന്നത്. അതിൽ 11 മലയാളികളാണ്. അതിൽ 9 പേരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി 3 പേരെ കൂടി തിരിച്ചറിയാനുണ്ട്. 3 കൊല്ലം സ്വദേശികൾ, 3 പത്തനംതിട്ട സ്വദേശികൾ, 2 കാസർഗോഡ് സ്വദേശികൾ, 1 കോട്ടയം സ്വദേശി എന്നിങ്ങനെയാണ് ഇപ്പോൾ മരണപ്പെട്ടവരിൽ തിരിച്ചറിഞ്ഞവരുടെ സ്വദേശം അടക്കമുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. എന്തായാലും അതിദാരുണമായ സംഭവം, മരണസംഖ്യ ഇനിയും ഉയരും എന്നുള്ള ആശങ്ക തന്നെയാണ് നമുക്ക് മുന്നിലേക്കുള്ളത്. പരിക്കേറ്റവരെ എല്ലാവരെയും അവിടുത്തെ വിവിധ ആശുപത്രികളിലേക്ക് പ്രവേശിപ്പിച്ച് വിദഗ്ധ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പലരുടെയും നില ഗുരുതരമാണ് എന്നുകൂടി അറിയാൻ സാധിക്കുന്നു. മരിച്ചവരുടെ ദുഃഖത്തിൽ എന്തായാലും ന്യൂസ് 18 ഈ നിമിഷം പങ്കുചേരുകയാണ്. എന്തായാലും മരണസംഖ്യ ഇനിയും ഉയരാതിരിക്കട്ടെ എന്നുകൂടി നമുക്ക് പ്രത്യാക്ഷിക്കാം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. നടുക്കിയ ദുരന്തം കുവൈറ്റ്